പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആണോ? ഒരു കിടിലൻ കോഴ്സ് ഞാൻ പറഞ്ഞുതരാം. CS അഥവാ കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലസ് ടു കഴിഞ്ഞ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഏത് സ്ട്രീമുകാർക്കാണ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാം പറഞ്ഞുതരാം. CS-ന് 3 സ്റ്റേജാണുള്ളത്: CSCET, CS എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് CS കോഴ്സാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് CSCET ചെയ്യാം, അതായത് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി CS എക്സിക്യൂട്ടീവിലേക്ക് കയറാവുന്നതാണ്. ഇനി CSCET-യെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ എക്സാം വർഷത്തിൽ 4 തവണയാണ് നടക്കുന്നത്, അതായത് ജാനുവരി, മെയ്, ജൂലൈ ആൻഡ് നവംബർ. CSCET പഠിച്ചെടുക്കാൻ 2 മന്ത്സ് മതിയാവും. CSCET-യിൽ നമുക്ക് 4 സബ്ജക്ട്സാണ് പഠിക്കാനുള്ളത്: ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഈ 4 സബ്ജക്ട്സും വളരെ മാനേജബിൾ ആണ്. മാത്രമല്ല കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് MCQ സോൾവ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ദ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. എല്ലാ സെക്ഷനിൽ നിന്നും 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ചിലത് 1 മാർക്സിൻ്റെതും പിന്നെ ചിലത് 2 മാർക്സിൻ്റെതുമാണ്. ഈ എക്സാമിന് ഇൻകറക്റ്റ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്സ് ഇല്ല. എക്സാം ഡ്യൂറേഷൻ 2 hours ആണ്. CSEET ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് CS എക്സിക്യൂട്ടീവ് ആണ്. നൗ CS എക്സിക്യൂട്ടീവ് ഇസ് എ ഗെയിം ചേഞ്ചർ. വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണിത്. 2 ഗ്രൂപ്പുകളിൽ 7 സബ്ജക്റ്റ് ആയിട്ടാണ് എക്സിക്യൂട്ടീവ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. CS എക്സിക്യൂട്ടീവിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ODOP, അതായത് 1 day ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇതൊരു ഷോർട്ട് ടേം ട്രെയിനിങ് ആണ്. എക്സാം വരുന്നത് വർഷത്തിൽ 2 തവണയാണ്. ദാറ്റ് ഇസ് ഇൻ ജൂൺ ആൻഡ് ഡിസംബർ. 100 മാർക്സിലാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സാം വരുന്നത്. ടു പാസ് ദി എക്സാംസ്, കാൻഡിഡേറ്റ് മസ്റ്റ് സ്കോർ അറ്റ്ലീസ്റ്റ് 50% ഓവറോൾ ആൻഡ് 40% ഇൻ ഈച്ച് പേപ്പർ. ഈ എക്സാം പാസ്സായതിനു ശേഷം സ്റ്റുഡൻസ് ഒരു 15 days ഓൺലൈൻ പ്രോഗ്രാമും ഒരു 15 days ഓഫ്ലൈൻ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് EDP, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എക്സിക്യൂട്ടീവ് ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണോ? ദെൻ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.